السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വകുല്ല ളലാലത്തിൻ ഫിന്നാർ. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു നാമം അൽ ഖവി എന്ന നാമം. എന്താണ് പ്രസ്തുത നാമം അർത്ഥമാക്കുന്നത്? ആ നാമത്തിൻ്റെ തേട്ടം എന്തെല്ലാമാണ്? അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അൽ ഖവി എന്ന അള്ളാഹുവിൻ്റെ നാമം അർത്ഥമാക്കുന്നത് ഒരാളും തോൽപ്പിക്കാത്ത, ആർക്കും അതിജയിക്കാനാവാത്ത വിധം ശക്തിയുള്ളവൻ എന്നുള്ളതാണ്. അള്ളാഹു ശക്തനാണ്. അതിനാൽ തന്നെ അള്ളാഹുവിനെ ഒരാൾക്കും തോൽപ്പിക്കാനോ ഒരു ശക്തിക്കും അതിജയിക്കാനോ കഴിയാത്ത വിധം അള്ളാഹു ശക്തനാണ്. അള്ളാഹുവിൻ്റെ വിധി ഒരാൾക്കും തടുക്കാനാവില്ല. അവൻ്റെ കൽപ്പന നടപ്പിലാക്കുന്നതിനെ തൊട്ട് ഒരാളും അവനെ ചെറുക്കുകയുമില്ല. അള്ളാഹുവിന് യാതൊരു തളർച്ചയോ ക്ഷീണമോ ഏൽക്കുകയില്ല. അவ்விധം അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തനാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അൽ ഖവി എന്ന നാമം 9 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ 7 തവണയും ഖവി എന്ന നാമത്തോടൊപ്പം അതിനെ തുടർന്ന് അസീസ് എന്ന നാമം വന്നത് കാണാൻ സാധിക്കും. അള്ളാഹു ഖവിയാണ്, അസീസാണ്. ഒരു ക്ഷീണമോ തളർച്ചയോ ഏൽക്കാത്ത, ആർക്കും തോൽപ്പിക്കാനാവാത്ത വിധം അള്ളാഹു ശക്തനാണ് എന്നതാണ് ഈ ചേർത്തു വായിക്കൽ നിന്ന്, ചേർത്ത് പറച്ചിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖവിയാണ്. അവൻ ഖുവ്വത്തുള്ളവനാണ്. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ശക്തി. അജ്സ് എന്ന അറബി പദത്തിൻ്റെ നേരെ വിപരീത പദമാണ് ഖുവ്വത്ത്. അള്ളാഹു ശക്തനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ് അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ്. ശിക്ഷ കാണുമ്പോൾ അക്രമികൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ത്? അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ,
എല്ലാ ശക്തിയും അത് അള്ളാഹുവിനാകുന്നു, അള്ളാഹുവിന് മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ അക്രമികൾക്ക് അന്ത്യനാളിൽ നേരിട്ട് കാണാം അള്ളാഹുവിൻ്റെ ഖുവ്വത്തിന്. ശക്തി മുഴുവൻ ഏത് നിലക്ക് ശക്തിയുണ്ട് അതെല്ലാം അള്ളാഹുവിനാകുന്നു. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ. ഇതേപോലെ മറ്റൊരായത്തിൽ കാണാം ഫഅമ്മാ ആദും ഫസ്തക്ബറു ഫിൽ അർളി ബിഗൈരിൽ ഹഖ് വഖാലു മൻ അശദ്ദു മിന്നാ ഖുവ്വ. ആദ് ഗോത്രം അവർ ഭൂമിയിൽ അന്യായമായി അഹങ്കരിച്ചു. വഖാലു, ആദ് ഗോത്രം ചോദിച്ചു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തന്മാർ ആരാണ്? ആദ് ഗോത്രം ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ട ജനതയാണ്. അവരായിരുന്നു അഹ്കാഫിൽ വസിച്ചിരുന്നത്. അവർ ശക്തന്മാരായിരുന്നു, നല്ല ആകാരവും ശാരീരികമായ ശേഷിയുമുള്ളവരായിരുന്നു. അവരുടെ നീളം, അതേപോലെ തന്നെ അവരുടെ ബോഡി ഷേപ്പ് അതൊക്കെ ഗംഭീരമായിരുന്നു. വലിയ പള്ളികളുടെ മുരാര കണക്കിയായിരുന്നു അവരുടെ തല എന്നാണ്. അങ്ങനത്തെ മനുഷ്യന്മാരായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞത് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഇറം ഗോത്രം, അതാണ് ആദ് ഗോത്രം. അവരുടെ സൃഷ്ടിപ്പ് പോലുള്ള ഒരു സൃഷ്ടിപ്പ് അള്ളാഹു ഒരു നാട്ടിലും പടച്ചിട്ടില്ല. അങ്ങനത്തെ സൃഷ്ടിപ്പായിരുന്നു അവർക്കുണ്ടായിരുന്നത്, ആദ് ഗോത്രത്തിനുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആദ് ഗോത്രം അവർ പറയാണ് മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ ആരുണ്ട്? അള്ളാഹു അവരോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ. അവലം യറൗ, അവർ അറിയുന്നില്ലേ? അന്നല്ലാഹ അല്ലദീ ഖലഖഹും, അവരെ സൃഷ്ടിച്ച അള്ളാഹു, ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, ആ അള്ളാഹുവാണ് അവരെക്കാൾ ശക്തിയുള്ളവൻ എന്നത്. വകാനു ബി ആയാതിനാ യജ്ഹദൂൻ, ആദ് ഗോത്രം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരായിരുന്നു. അപ്പോൾ ആദ് ഗോത്രത്തിനെ സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ്. ആദിന് ശക്തി പകർന്നതാരാ? അള്ളാഹുവാണ്. അപ്പം ആരാ ശക്തൻ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദിനെ ബോധ്യപ്പെടുത്താണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആദിനെ നശിപ്പിക്കാൻ, അള്ളാഹ്ക്ക് ഒരൊറ്റയടിക്ക് ശിക്ഷ നടപ്പിലാക്കാനും നശിപ്പിക്കാനും കഴിയും. അള്ളാഹിൻ്റെ കാര്യം എത്ര ഉള്ളൂ? കുൻ ഫയക്കൂൻ, നീ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതുണ്ടാവും. ഈ ശക്തന്മാരാണ് ഞങ്ങളെന്ന് ഊക്ക് പറഞ്ഞ, വീമ്പ് പറഞ്ഞ ആദ് ഗോത്രത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് എങ്ങനെ? ഫഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമാ ഫതറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. 7 രാവുകൾ 8 പകലുകൾ അവരിൽ കാറ്റടിച്ചു വീശി, വന്ധ്യമായ കാറ്റ് കാർമേഘമായി വന്ന് അതവരിൽ അടിച്ചു വീശി. 7 രാവുകൾ 8 പകലുകൾ. ഞങ്ങളാണ് ഊക്കന്മാരെന്ന് പറഞ്ഞവർ ഈ 7 രാവുകളിലും അതേപോലെ 8 പകലുകളിലും ആ കാറ്റിൽ ഉലഞ്ഞാടി. എന്നിട്ട് അവരെന്ത് ചെയ്ത്? ഈത്തപ്പനത്തടികൾ മറിഞ്ഞു വീണ് കിടക്കുന്നത് പോലെ അവർ നിലംപരിശായി. ഖാവിയത്തായ നഖല പോലെ എന്നാ പറയുന്നത്. ഖാവിയത്തായ നഖല എന്ന് പറയുന്നത് എന്താ? ചോറ് മാന്തിയ ഉള്ളിൽ നിന്ന് ചോറ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈത്തപ്പനത്തടിൻ്റെ കോലം എന്തായിരിക്കും? അതേപോലെ അവർ നിലംപരിശായി. ഫഹൽ തറാലഹും മിൻ ബാഖി, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഒരു തരി ആള് അവരുടെ കൂട്ടത്തിൽ ആ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നതിൽ പിന്നെ ശേഷിച്ചത് നീ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെന്തിനാ? ആരാ ശക്തൻ? അവർ പറയാൻ ഞങ്ങളെക്കാൾ ശക്തൻ ആരുണ്ട് എന്ന് അവർ ചോദിച്ചപ്പോൾ അങ്ങനെ ആളുണ്ട് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ബോധിപ്പിച്ചു, അവരിലൂടെ ലോകരെയും ബോധിപ്പിച്ചു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഖവിയാണ്, അള്ളാഹു ആകുന്നു അതിശക്തൻ. അള്ളാഹുവിൻ്റെ ശക്തിക്ക് മുന്നിൽ ഒരാളുടെ ശക്തിയും ഒന്നുമല്ല. ഒരാൾക്കും അള്ളാഹുവെ തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനൊരു ക്ഷീണമോ ഒരു തളർച്ചയോ ഏൽക്കൂല.
അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞു, ഭൂമിയെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞു, അവക്കിടയിലുള്ളതിനെ സൃഷ്ടിച്ചതിനെക്കുറിച്ചും പറഞ്ഞു. എന്നിട്ട് എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഫമാ മസ്സനാ മിൻ ലുഗൂബ്. വാനങ്ങളെ പടച്ചു. എന്താ വാനങ്ങളുടെ അവസ്ഥ? എത്ര വിശാലമാണ്, എത്ര ഗംഭീരമാണ്. എങ്ങനെ പറഞ്ഞത്? വസ്സമാ ബനൈനാഹാ ബിഐദിൻ. ശക്തിമത്തായ നിലക്കാണ് ആകാശത്തെ പടച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഹും അശദ്ദു ഖൽഖൻ അമിസ് സമാ. മനുഷ്യരാണോ ശക്തമായ സൃഷ്ടിപ്പ്, അതല്ല ആകാശമാണോ? ബനാഹ, ആ ആകാശത്തെ പടച്ചവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെയുള്ള ഈ ആകാശത്തെ, അതേപോലെ ഈ ഭൂമിയെ പടച്ച അള്ളാഹു, അവക്കിടയിലുള്ളത് പടച്ച അള്ളാഹു. അള്ളാഹു പറയണ വമാ മസ്സനാ മിൻ ലുഗൂബ്. നമുക്കൊരു ക്ഷീണമോ തളർച്ചയോ ഏശിയിട്ടില്ല എന്നാണ്, അരികിലൂടെ പോയിട്ടില്ല എന്നാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഖവി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ശക്തി എത്രയാണ്, അള്ളാഹുവിൻ്റെ കരുത്ത് എത്രയാണ്. ആ ശക്തി കൊണ്ടാണ്, അള്ളാഹു ശക്തി നൽകിയത് കൊണ്ടാണ് നമ്മളൊക്കെ കഴിവും ശേഷിയുമുള്ളവരായത്. നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയും. യാതൊരു ചലനശേഷി നമുക്കില്ല, നമുക്ക് യാതൊരു കഴിവുമില്ല. ആരെ കൊണ്ടല്ലാതെ? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. പടച്ചോൻ നൽകിയ കഴിവേ നമുക്കുള്ളൂ, അള്ളാഹു നൽകിയ ചലനശേഷിയെ നമുക്കുള്ളൂ. ഒരു ദാസൻ ഭൂമിയിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുമ്പോൾ വാനങ്ങൾക്കുപരിയിൽ അള്ളാഹു അതിനെ സത്യപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇദാ ഖാലൽ അബ്ദു, ഒരു ദാസൻ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും യാതൊരു ചലനശേഷിയുമില്ല എന്ന് ഒരു ദാസൻ ഭൂമിയിൽ വെച്ച് പറഞ്ഞാൽ, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, സദഖ അബ്ദി, എൻ്റെ ദാസൻ പറഞ്ഞത് സത്യമാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ യാതൊരു ഇലാഹുമില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി, ലാ ഹൗൽ, യാതൊരു ചലനശേഷിയില്ല, വലാ ഖുവത, യാതൊരു ശക്തിയുമില്ല, ഇല്ലാ ബി, എന്നെ കൊണ്ടല്ലാതെ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസനെ സത്യപ്പെടുത്തി പറയുന്ന വചനാണ്. അപ്പം ശക്തി ആരെ കൊണ്ടാ? ശക്തനായ അള്ളാഹുവിനെ കൊണ്ടാണ്. ചലനശേഷി ആരെ കൊണ്ടാ? ശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ പ്രഖ്യാപിക്കും. അതാണ് ഹൗഖലയുടെ വചനം. എന്തുകൊണ്ടാണ് അത്? കൻസും മിൻ കുനൂസിൽ ജന്ന, ബാബും മിൻ അബ്വാബിൽ ജന്ന, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലൽ, അത് സ്വർഗത്തിൽ ഒരു നിധിയാണ്, സ്വർഗീയ കവാടമാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? നമുക്കൊരു ശേഷിയില്ല. ശേഷി ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. നമുക്കൊരു കഴിവുമില്ല. കഴിവ് അള്ളാഹുവിനേ ഉള്ളൂ. അവനേകിയ കഴിവേ നമുക്കുള്ളൂ. ഇത് നമ്മൾ സമ്മതിക്കലാണ്. അതുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുമെന്നാണ് അസ്ലമ വസ്തസ്ലം, ദാസൻ കീഴ്പ്പെട്ടിരിക്കുന്നു, അവൻ വഴിപ്പെട്ടിരിക്കുന്നു എന്ന് പ്രതികരിക്കുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നതിൻ്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറയോട് പറഞ്ഞു, അല അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൽ ഒരു നിധി ഞാൻ അറിയിച്ചു തരട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി അറിയിച്ചു കൊടുത്തു. അതെന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, ചരിത്രത്തിൽ കാണാം, ഒരു യാത്ര കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങി വരികയാണ്. അബൂ മൂസ അശ്ശരി പറയാണ്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? യാത്രയിൽ കയറ്റം കയറിയിട്ടുണ്ടെങ്കിൽ തക്ബീർ ചൊല്ലും, ഞങ്ങൾ ഉറക്കനെ തക്ബീർ ചൊല്ലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മിതത്വം പാലിക്കണം, ഇങ്ങനെ ഒച്ചട്ട് പറയണ്ട, മിതത്വം പാലിക്കണം. നിങ്ങൾ ബദിരനോടോ നിങ്ങൾ ഗായിബായ ഒരുവനോടോ അല്ല നിങ്ങൾ
ദുആ ചെയ്യുന്നത്. നിങ്ങൾ കേൾക്കുന്ന കാണുന്ന അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്. അബൂ മൂസൽ അശ്അരി അദ്ദേഹമാണ് അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മനസ്സിൽ ഇങ്ങനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലാണ്, ഉറക്കനല്ല. മനസ്സിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ റസൂലുള്ളാഹി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ്, നിങ്ങൾക്ക് സ്വർഗത്തിലെ ഒരു കെൻസ്, നിധി ഞാൻ അറിയിച്ചു തരട്ടെ, അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയാണ് എന്ന് പറയണ്ടായി. അപ്പോൾ ഇതെന്താ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്? ചിലർ മനസ്സിലാക്കിയിട്ട് വല്ല മുസീബത്ത് ഇടങ്ങേറും വരുമ്പോൾ തലയിൽ കൈവച്ച് പറയാനുള്ളതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന്. അങ്ങനെയല്ല. പിന്നെയോ, അള്ളാഹുവിനോട് ശക്തിയും സഹായവും തേടലാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് മുസീബത്ത് ഉണ്ടാകുമ്പോൾ ഇടങ്ങേറ് പോക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സംഗതിയല്ല. പിന്നെയോ, അള്ളാഹുവാണ് ശക്തൻ, അള്ളാഹുവോട് സഹായം ആവശ്യപ്പെടാൻ, കഴിവിനെ തേടുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു അറാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, വയസ്സനാണ്, ഖുർആൻ ഓതാൻ കഴിയില്ല, അറാബിയാണ്. റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയാണ്, ഖുർആനൊന്നും പഠിക്കാൻ കഴിയൂല, ഫഅല്ലിംനി ശൈഅൻ യുജ്സീനി, അതുകൊണ്ട് വല്ലതും എനിക്ക് നിസ്കാരത്തിലൊക്കെ ചെല്ലാൻ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറയാൻ പറഞ്ഞു, അത് ചെല്ലാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അറാബി റസൂലുള്ളാഹിനോട് പറയാണ്, അയാളുടെ കൈ ഇങ്ങനെ പിടിച്ചിന്, ഹാദാ ലില്ലാഹ് ഫമാലി, ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്, നമുക്കെന്താ ഉള്ളത്? അൽഹംദുലില്ലാഹ്, അള്ളാഹ്ക്ക് സർവസ്തുതിയും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരമപരിശുദ്ധൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, യാതൊരു കഴിവും ശേഷിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതില്ല, അതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. അപ്പോൾ മൂപ്പര് പറയാണ്, ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രം, എനിക്കെന്താ ഇപ്പം ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പൊറുക്കണമേ, വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണമേ, വആഫിനി, നീ എനിക്ക് സൗഖ്യമേകണമേ, വർസുഖ്നി, നീ എനിക്ക് റിസ്ക് നൽകണമേ, വഹ്ദിനി, നീ എനിക്ക് ഹിദായത്ത് അരുളണമേ. അപ്പോൾ അറാബി എന്ത് ചെയ്ത് അത് കേട്ടപ്പോൾ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അത് സ്വീകരിച്ച് പോവുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അമ്മ ഹാദാ ഫഖദ് മലഅ യദൈഹി ബിൽ ഖൈർ, ഈ അറാബി ഇരു കരങ്ങളിലും നന്മ നിറച്ചാണ് പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ ഞാൻ ഈ പറഞ്ഞത് വരുന്നത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുമ്പോൾ ആ വചനത്തിൻ്റെ, അല്ലെങ്കിൽ ആ വചനം ഉൾക്കൊണ്ട വചനങ്ങളുടെ മഹത്വം എന്തുകൊണ്ട് ഇത്രമാത്രം മഹനീയമായി? നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കൊണ്ടാണ് ഹൗല്, ഖുവത്ത്, ചലനശേഷിയും കഴിവും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനെ നമ്മൾ സമ്മതിക്കുന്നു, അള്ളാഹുവിൻ്റെ ശക്തി നമ്മൾ അത് കൂട്ടാക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കുമെന്നാണ്. അസ്ലമ വസ്തസ്ലം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ നമ്മൾ പറയുമ്പോൾ അള്ളാഹു പറയുമെന്നാണ്. അസ്ലമ, അവൻ കീഴ്പ്പെട്ടു, അനുസരണയുള്ളവനായി. വസ്തസ്ലം, സമർപ്പിച്ചു, അല്ലെങ്കിൽ അസ്ലമ സമർപ്പിച്ചു, വസ്തസ്ലം കീഴ്പ്പെട്ടു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദാസനെ കുറിച്ച് പറയുമെന്നാണ്. അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇബ്നു അബ്ദുൽ ഹാദി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നതിൻ്റെ മഹത്വം വിശദീകരിക്കവേ പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറയാണ്, മൻ ഖാല ബിസ്മില്ലാ, ഒരാൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ഫഖദ് ദക്കറല്ലാഹ്, അവൻ അള്ളാഹുവെ സ്മരിച്ചു. വമൻ ഖാല അൽഹംദുലില്ലാ ഫഖദ് ശക്കറല്ലാഹ്, ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന് ശുക്ർ പറഞ്ഞു. വമൻ ഖാല അല്ലാഹു അക്ബർ, ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഫഖദ് അദ്ദമല്ലാഹ്, അവൻ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി. വമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ ഫഖദ് വഹദല്ലാഹ്, അവൻ അള്ളാഹുവിനെ ഏകനാക്കി. വമൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഫഖദ് അസ്ലമ വസ്തസ്ലം, അവൻ കീഴ്പ്പെട്ടു, അവൻ സമർപ്പിച്ചു. വകാന ലഹു ബിഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, മാത്രമല്ല ലാ ഹൗല വലാ ഖുവത ഇല്ല പറഞ്ഞതുകൊണ്ട് അവന് സ്വർഗത്തിൽ ഒരു ഖനിയായി, അല്ലെങ്കിൽ ഒരു നദിയായി
ഒരു നിധിയായി അവന് സ്വർഗത്തിൽ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. അത് ഹദീസിൻ്റെ തേട്ടം കൂടിയാണ്. അപ്പം നോക്കൂ നിങ്ങൾ, ലാ ഹൗല വലാ ഖുവത ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കുള്ള മഹത്വം എന്തുകൊണ്ടാണത്? ഇതേപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറഞ്ഞതായി കാണാം, സുബ്ഹാനല്ലാഹ് ഹിയ സലാത്തുൽ ഖലായിഖ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിചരാചരങ്ങളുടെ നമസ്കാരമാകുന്നു. എല്ലാ സൃഷ്ടികളും നിസ്കാരമുണ്ട്. അവരുടെ നിസ്കാരം എന്താ? അത് തസ്ബീഹാണ്. വൽഹംദുലില്ലാഹ് കലിമത്തു ശുക്ർ. അൽഹംദുലില്ലാഹ് എന്നുള്ളത് കലിമത്തു ശുക്റാണ്, അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കുവാനുള്ള വചനമാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൽ ഇഖ്ലാസ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഇഖ്ലാസിൻ്റെ കലിമത്താണ്. വല്ലാഹു അക്ബർ തംലഉ മാ ബൈന സമാഇ വൽ അർദ്. അല്ലാഹു അക്ബർ എന്നുള്ളത് ആകാശഭൂമികൾക്കിടയിൽ പുണ്യവും നന്മയും നിറക്കാൻ പര്യാപ്തമായ കലിമയാണ്. എന്നിട്ട് ഇബ്നു ഉമർ പറയാണ്, വഇദാ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹ് അസ്ലമ വസ്തസ്ലം. അള്ളാഹു പ്രതികരിക്കും, അസ്ലമ ദാസൻ സമർപ്പിച്ചു, വസ്തസ്ലം അവൻ കീഴ്പ്പെട്ടു. അവിടെ നോക്കൂ നിങ്ങൾ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ചലനശേഷിയും നമുക്കില്ല, ഒരു കഴിവും നമുക്കില്ല. ആരെ കൊണ്ടല്ലാതെ? ആരിൽ നിന്നല്ലാതെ? കഴിവുറ്റ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നല്ലാതെ. എന്നെക്കൊണ്ട് മാത്രമാകുന്നു കഴിവും ശേഷിയും എന്ന് അള്ളാഹു പ്രതികരിക്കുമെന്നാണ്. സദഖ അബ്ദി, എൻ്റെ ദാസൻ പറഞ്ഞത് സത്യമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി, എന്നെക്കൊണ്ടാകുന്നു എല്ലാ കഴിവും എല്ലാ ചലനത്തിനുള്ള ശേഷിയും എന്നുള്ളതാണ്. അപ്പോൾ അൽ ഖവി എന്ന അള്ളാഹുവിൻ്റെ നാമം, അത് അള്ളാഹുവിന് ഖുവത്തിനെ സ്ഥിരീകരിക്കുന്നു. ഇന്നല്ലാഹ ഹുവർ റസാഖ് ദുൽ ഖുവത്തിൽ മതീൻ. ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു, ഹുവർ റസാഖ്, അവനാകുന്നു ഉപജീവനം കനിയുന്നവൻ, ദുൽ ഖുവ, ഖുവത്തുള്ളവൻ, അതാണ് ഖവി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവിയാണ്. അവൻ ഖവിയായ മുഅ്മിനെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പറയാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിദ് ദഈഫ്. അൽ മുഅ്മിനുൽ ഖവി, ശക്തനായ മുഅ്മിൻ, ഖൈറുൻ, ഉത്തമനാണ്, വ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറെ ഇഷ്ടപ്പെട്ടവനുമാണ്, മിനൽ മുഅ്മിനിദ് ദഈഫ്, ദുർബലനായ മുഅ്മിനിനേക്കാൾ, വഫി കുല്ലിൻ ഖൈർ, എല്ലാവരിലും നന്മയുണ്ട്. ഇഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നീ താല്പര്യം കാണിക്ക്. വസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവെ കൊണ്ട് നീ സഹായം തേട്. വലാ തഅജിസ്, നീ ഒരിക്കലും ദുർബലനാവരുത്. വഇൻ അസാബക ഷൈഉൻ, നിനക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ, ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് നീ പറയല്ലേ. തുടങ്ങിയ ഹദീസ് തുടർന്ന് പോകുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിന്റെ തുടക്കത്തിൽ പറയുന്നത് എന്താ? അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ, ശക്തനായ മുഅ്മിൻ ഖൈറാകുന്നു. വ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടവുമാകുന്നു, മിനൽ മുഅ്മിനിദ് ദഈഫ്, ദുർബലനായ മുഅ്മിനിനേക്കാൾ. വഫി കുല്ലിൻ ഖൈർ, എല്ലാവരിലും നന്മയുണ്ട്. ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഈൻ ബില്ലാഹ് വലാ തഅജിസ്, ഒരിക്കലും നമ്മൾ അശക്തരാകാൻ പാടില്ല. അള്ളാഹുവിൽ സഹായം തേടുക, ഉപകാരപ്രദമായതിൽ താല്പര്യം കാണിക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇവിടെ അൽ മുഅ്മിനുൽ ഖവി എന്ന് പറഞ്ഞാൽ എന്താ? ശക്തനായ മുഅ്മിൻ എന്നാണ്. എങ്ങനെ മുഅ്മിന് ശക്തി? കായിക ബല, ആയുധബല അല്ല, പിന്നെയോ ഈമാനിക ബല, ആത്മീയമായ ബല. ഈമാനിൻ്റെ ഊക്കാണ്, ഈമാനിനാലുള്ള ശക്തിയാണ്. കേവലം ബോഡി ഫിറ്റ് അല്ല, കേവലം ശാരീരിക കായിക ബലമല്ല, പ്രത്യുത ഈമാനിക ബലം, അതാണ് മുഖ്യം. അങ്ങനെ ബലമുള്ള മുഅ്മിൻ അവൻ ദുർബലനായ മുഅ്മിനേക്കാൾ ഉത്തമൻ എന്നാണ്. എത്ര യുദ്ധങ്ങളിൽ യൗവനത്തിൻ്റെ തുടിതുടിപ്പുള്ളവർ പിന്നിലായിട്ട്
വാർദ്ധക്യത്തിലെത്തിയവർ മുന്നേറിയ ചരിത്രം കാണാൻ സാധിക്കും. ദ്വന്ദ്വ യുദ്ധങ്ങളിൽ വയസ്സായവർ യൗവനത്തിനെ പരാജയപ്പെടുത്തി ജയിച്ചത് കാണാൻ സാധിക്കും. ഈമാനിൻ്റെ ബല. ചില ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഒടുവിൽ ആ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ശക്തനായ മുഅ്മിൻ, ഖവിയായ മുഅ്മിൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവനാണ് എന്നാണ് ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അള്ളാഹു ഖവിയാണ്, അവൻ ഖുവ്വത്തേകുന്നവനാണ്. ഒരു വിശ്വാസി അള്ളാഹു തനിക്കരുളിയ ഖുവ്വത്ത് അത് അള്ളാഹുവിന് വഴിപ്പെടുന്ന മാർഗേണ പുണ്യത്തിൻ്റെ വിഷയത്തിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞു, വകതബ്നാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈഇൻ മൗഇളതൻ വതഫ്സീലൻ ലികുല്ലി ഷൈ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലൗഹകളിൽ, അദ്ദേഹത്തിന് നൽകിയ ഫലകങ്ങളിൽ അള്ളാഹു എല്ലാത്തിൻ്റെയും ഉപദേശങ്ങളെ എഴുതി, എല്ലാത്തിനുമുള്ള വിശദീകരണവും എഴുതി. തൗറാത്തിൻ്റെ ഫലകങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൈമാറി. എന്നിട്ട് അള്ളാഹു മൂസയോട് കൽപ്പിച്ചത് എന്താ? ഫഖുദ്ഹാ ബിഖുവ്വ, മൂസ നിങ്ങൾ ഈ വേദഗ്രന്ഥത്തിൻ്റെ ഏടുകൾ സ്വീകരിക്കേണ്ടത് ബിഖുവ്വത്തിൻ, ഖുവ്വത്തോടു കൂടിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? താല്പര്യത്തോടു കൂടി, ക്ഷമയോടുകൂടി, അതേപോലെ തന്നെ വീര്യത്തോടു കൂടി, ആത്മീയ വീര്യത്തോടു കൂടിയിട്ട് നിങ്ങളിത് സ്വീകരിക്കണം എന്നാണ്. അലസനായിട്ട് മുസ്ഹഫ് എടുക്കാനല്ല, മടിയനായിട്ട് മുസ്ഹഫ് എടുക്കാനല്ല, കോട്ടാവിട്ട് അങ്ങനെയല്ല. പിന്നെയോ ഖുദ്ഹാ ബിഖുവ്വ, അവിടെ മുസ്ഹഫ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മളെ ഉദ്ദേശിച്ചാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകിയപ്പോൾ അദ്ദേഹത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിച്ചത് ഫഖുദ്ഹാ ബിഖുവ്വത്തിൻ, ഖുവ്വത്തോട് കൂടിയിട്ട് സ്വീകരിക്കാനാണ്. വിശിഷ്യ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത് ആവശ്യമാണ്. കാരണം എന്താ? ഈ തൗറാത്ത് കൊണ്ടാണ് ഇസ്രായേലിയരിലേക്ക് പോകേണ്ടത്. ഇസ്രായേലിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറയുന്ന കൗമ. പലപ്പോഴും ആരെടാന്ന് ചോദിച്ചാൽ ഞാനെടാന്ന് പ്രവാചകനോട് പോലും പ്രതികരിക്കുന്ന കൗമ. അതുകൊണ്ട് തന്നെ എടുക്കേണ്ടത് നല്ല ശക്തമായിട്ടാണ്. അപ്പോൾ ഖുവ്വത്തോട് കൂടിയിട്ട് സ്വീകരിക്കുവാനാണ്, വേദത്തെ സ്വീകരിക്കുവാനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിച്ചത്. ഇതേപോലെ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ, യഹ്യ നിങ്ങൾ വേദം സ്വീകരിക്കണം. എങ്ങനെ? ബിഖുവ്വത്തിൻ, ബിജിദ്ദിൻ വജ്തിഹാദ്, താല്പര്യത്തോടു കൂടി, ശ്രമകരമായി സ്വീകരിക്കണം എന്നാണ്. നമ്മളും കിതാബ് സ്വീകരിക്കേണ്ടത് എങ്ങനെ? താല്പര്യത്തോടു കൂടി, ക്ഷീണം ഉണ്ടാകാൻ പാടില്ല, ജിജ്ഞാസയിൽ, താല്പര്യത്തിൽ, അങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് ഇവിടെ ഈ ആജ്ഞയിൽ നമുക്ക് കൂടി മനസ്സിലാക്കാനുള്ള വിഷയം. പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖുവ്വത്തിന്, അവന് വഴിപ്പെടുന്ന മാർഗേണ വിനിയോഗിക്കാൻ ആജ്ഞാപിക്കുകയാണ്. അബ്ദുല്ലാ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാ ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറയാണ്, ജമഅത്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ മനപ്പാടാക്കി, ഫഖറഅതുഹു കുല്ലഹു ഫീ ലൈല, അങ്ങനെ ഖുർആൻ മുഴുവൻ ഞാൻ ഒരൊറ്റ രാത്രി ഓതി തീർക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നി അഖ്ശാ യതൂല അലൈക സമാൻ വ അൻത തമൽ ഫഖറഉഹു ഫി ശഹ്ർ. അബ്ദുള്ള, നിങ്ങൾക്ക് വയസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മടുക്കും. ഓരോ രാത്രിയും ഖുർആൻ മുഴുവൻ ഓതി തീർക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കും. അതുകൊണ്ട് മാസത്തിൽ നിങ്ങൾ ഖുർആൻ ഓതി തീർത്താൽ മതി. ഒരു മാസത്തിൽ തീർക്കുമ്പോൾ എത്ര ദിവസം? ഒരു ജ്യൂസ് അത് ഒരു ദിവസം ഒരു ജ്യൂസ് 30 ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൗരുഷം ഉണ്ടാവില്ല, ഈ യൗവനം ഉണ്ടാവില്ല, ഈ കരുത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ദിവസം ഒരു ജ്യൂസ്, ഒരു മാസം അങ്ങനെ 30 ജ്യൂസ് തീർത്താൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട്
ഗുണദോഷിച്ചു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റസൂലുള്ളാഹിനോട് പ്രതികരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ദഅനി അസ്തംതിഉ മിൻ ഖുവ്വതി വ ശബാബി റസൂലേ, എനിക്ക് ഖുവ്വത്തില്ലേ, കഴിവ്, ഞാൻ യുവാവല്ലേ, അതുകൊണ്ട് ഞാൻ എൻ്റെ യൗവനം ആസ്വദിക്കട്ടെ, ഞാൻ എൻ്റെ കഴിവ് ആസ്വദിക്കട്ടെ. നോക്കണം നിങ്ങൾ, അവർ കഴിവ് ആസ്വദിക്കണത് എങ്ങനെ? അവർ യൗവനം ആസ്വദിക്കുന്നത് എങ്ങനെ? ഖുർആൻ ഓതിയിട്ടാണ്. ഇന്നത്തെ യുവാക്കളെ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇന്നത്തെ യുവാക്കൾക്ക് ഖുർആൻ ഒരു ദിവസം ഒരു പേജ് ഓതുന്ന യുവാക്കൾ എത്ര ഉണ്ട്? ഒരു പേജ്. ദിനേന ഓതുന്ന വിറുതുകൾ, ദിനേന ഓതേണ്ട വിറുതുകൾ ഉണ്ടല്ലോ. പ്രഭാതത്തിൽ 3 തവണ വീതം ഇഖ്ലാസ് സൂറത്ത്, ഫലഖ് സൂറത്ത്, അന്നാസ് സൂറത്ത്. അതേപോലെ വൈകുന്നേരവും അത് 3 തവണ. ഓരോ നിസ്കാരങ്ങളുടെയും ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത് ഓരോ തവണ, ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷവും. അത് ദിനേനെ ഓതേണ്ട വിറുതല്ലേ. രാവിലെ ആയത്തുൽ കുർസി, വൈകുന്നേരം ആയത്തുൽ കുർസി, ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി, 5 നമസ്കാരങ്ങളുടെയും ശേഷം ആയത്തുൽ കുർസി, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറ. ഇതേപോലെ രാത്രി ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ദിനേനയുള്ള വിറുതുകളിൽപ്പെട്ടതാണ്. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് തുടങ്ങിയ മുസബ്ബിഹാത്തിൽപ്പെട്ട സൂറകൾ. ഇതിൽ ഈ ചെറിയ ഭാഗങ്ങൾ, ചെറിയ സൂറകൾ നിത്യമാക്കുന്ന, വിറുതാക്കുന്ന എത്ര യുവാക്കളുണ്ട്? ഏതായാലും അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്, ഞാൻ എൻ്റെ യൗവനവും എൻ്റെ ശക്തിയും ഖുവ്വത്തും അത് ആസ്വദിക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഫഖറഉഹു ഫി അശറ, എങ്കിൽ നിങ്ങൾ 10 ദിവസത്തിൽ ഓതി തീർത്താൽ മതി. 10 ദിവസത്തിൽ. അപ്പോൾ ഒരു ദിവസം എത്ര? 3 ജുസ്. ഒരു ദിവസം 3 ജുസ്. അങ്ങനെ 10 ദിവസത്തിൽ ഓതി തീർത്താൽ മതി ഖുർആൻ മുഴുവനും. അപ്പോഴും അബ്ദുല്ലാഹി ഇബ്നു അംർ പറയാണ് ദഅനി അസ്തംതിഉ മിൻ ഖുവ്വതി വ ശബാബി റസൂലേ, ഞാൻ യുവാവല്ലേ, എനിക്ക് ശക്തിയില്ലേ, അത് ഞാൻ ആസ്വദിക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഫഖറഉഹു ഫി 70, എങ്കിൽ 7 ദിവസത്തിൽ ഓതിയാൽ മതി. 7 ദിവസത്തിൽ ഖത്തം തീർക്കുക. അപ്പോഴും അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് പറയാണ് ദഅനി അസ്തംതിഉ മിൻ ഖുവ്വതി വ ശബാബി റസൂലേ, ഞാൻ എൻ്റെ യൗവനവും അതേപോലെ എൻ്റെ യുവത്വവും എൻ്റെ ശക്തിയും ഒന്ന് ആസ്വദിക്കട്ടെ. ഫഅബ, അപ്പോൾ റസൂലുള്ളാഹി വിസമ്മതിച്ചു. 7ലേറെ കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം ഖുർആൻ ഖത്തം തീർക്കുന്നതിനെ തൊട്ട് റസൂലുള്ളാഹി വിസമ്മതിച്ചു. ഇബ്നു മാജ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് സഹിയാണ്. ഷെയ്ഖ് അൽബാനി അതിനെ സഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താ? ഖുവ്വത്ത് അള്ളാഹു നൽകിയതാണ്. കവിയായ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. ഈ ഖുവ്വത്തിനെ അള്ളാഹുവിന് വഴിപ്പെടുന്ന മാർഗേണ വിനിയോഗിക്കണം. അങ്ങനെയാണ് പൂർവികർ മനസ്സിലാക്കിയത്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അബി അഖ്റബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ് സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനി സ്വൗം, റസൂലുള്ളാഹിനോട് ഞാൻ നോമ്പെടുക്കണതിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു സും യൗമൻ മിന ശഹർ, മാസത്തിൽ ഒരു ദിവസം നോമ്പെടുക്കാൻ പറഞ്ഞു അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം ഉടനെ റസൂലുള്ളാഹിനോട് പറയുന്നത് യാ റസൂലല്ലാഹ് സിദ്നി സിദ്നി ഇന്നി അജിദു ഖുവ്വ ഇന്നി അജിദുനി ഖവിയൻ ഇന്നി അജിദുനി ഖവിയൻ. റസൂലെ സിദ്നി, ഒരു ദിവസം കൂടുതൽ പറയും. ഇന്നി അജിദിനി ഖവിയൻ, ഞാൻ എന്നെ ശക്തനായിട്ട് കാണുന്നു, എനിക്ക് ശക്തിയുണ്ട്, അതുകൊണ്ട് ഒരു ദിവസം എന്ന് പറയല്ലേ, കൂട്ടാൻ പറഞ്ഞു. ഫസക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹത്താ ബനൻതു അന്നഹു ലയറുദ്ദുനി. റസൂലുള്ളാഹി മിണ്ടാതിരുന്ന് മൗനം ഭജിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് റസൂലുള്ളാഹി തന്നെ ഒരു ദിവസം നോറ്റാൽ മതി എന്നിട്ട് തിരിച്ചയക്കുന്നു ഞാൻ വിചാരിച്ചു പോയി. അങ്ങനെ അത്രത്തോളം റസൂലുള്ളാഹി മൗനം ഭജിച്ചു. പക്ഷേ റസൂലുള്ളാഹി പിന്നീട് പറഞ്ഞു സും സലാസത അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുത്തോ, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുത്തോ എന്ന് പറഞ്ഞ് അബു അഖ്റബ് അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചയച്ചു എന്നാണ്. ഇമാം നസായി സുനൻ നസായിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അൽബാനി ഹദീസിനെയും സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവിടെ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ശക്തിയുണ്ട്, ഞാൻ കവിയായിട്ട് ഞാൻ എന്നെ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് എനിക്ക് നോമ്പ് ഏറെ നോൽക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു തരണം എന്ന്.
ഇവിടെ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ? അള്ളാഹു നമുക്ക് ഖുവ്വത്ത് നൽകി, ശക്തി നൽകി. ഈ ശക്തി നമ്മൾ അള്ളാഹുവിന് പ്രീതിപ്പെടുന്ന മാർഗേണ, അള്ളാഹുവിന് വഴിപ്പെടുന്ന മാർഗേണ വിനിയോഗിക്കണം. അതാണ് അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കൽ. മനസ്സ വാച കർമ്മണ നന്ദി പ്രകാശിപ്പിക്കണം. അതിൽ നമ്മൾ അള്ളാഹുവിന് വഴിപ്പെടുന്ന മാർഗേണ ഈ ശക്തി അത് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അന്യായത്തിൽ, അനർത്ഥത്തിൽ, അനർത്ഥകതയിൽ, തെറ്റിൽ ഒരിക്കലും ശക്തി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ ഔദാര്യമല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല ചിലരെ കുറിച്ച്, അഫലം യസീറു ഫിൽ അർദ് ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ, പൂർവികരുടെ പര്യവസാനം എന്ത് എന്നുള്ളത് അന്വേഷിക്കുന്നില്ലേ, നോക്കുന്നില്ലേ. വകാനു അശദ്ദ മിൻഹും ഖുവ്വ, അവർ ഇവരെക്കാൾ ശക്തന്മാരായിരുന്നു. വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലും അള്ളാഹുവിനെ തോൽപ്പിക്കുന്ന യാതൊന്നുമില്ല. പിൽക്കാലക്കാരെക്കാൾ പൂർവികർ ശക്തന്മാരായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ ധിക്കരിച്ച് ജീവിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കാനുണ്ടായത്. അതിനെക്കുറിച്ച് നോക്കാനും ആലോചിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പടച്ചോൻ കൊടുത്ത കഴിവ്, ശക്തി കൊടുത്ത് മെയ്യൂക്കും കയ്യൂക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നന്ദി കെട്ട് ജീവിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശക്തി പോക്കി ശിക്ഷ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായിട്ട് നൽകി. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഫലം യസീറു ഫിൽ അർദ് ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം കാനൂ ഹും അശദ്ദ മിൻഹും ഖുവ്വതൻ വആസാറൻ ഫിൽ അർദ് ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം വമാ കാന ലഹും മിനല്ലാഹി മിൻ വാഖ്. ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ, പൂർവികരുടെ പര്യവസാനം എന്ത് എന്നുള്ളത് നോക്കുന്നില്ലേ, ഇവരെക്കാൾ അവർ കാനു അശദ്ദ മിൻഹും ഖുവ്വ എന്നാണ്, ശക്തന്മാരായിരുന്നു. അതേപോലെ ഭൂമിയിൽ സ്വാധീനമുള്ളവരായിരുന്നു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കാരണത്താൽ, പാപങ്ങൾ കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശക്തി അത് അള്ളാഹുവിന് വഴിപ്പെടുന്ന മാർഗേണ വിനിയോഗിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശക്തി അത് തെറ്റുകുറ്റങ്ങളിൽ, പാപങ്ങളിൽ വിനിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പൂർവികരുടെ മാതൃകകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു ശക്തി പോക്കും, ശിക്ഷ ഇറക്കും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മുന്നറിയിപ്പ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യന്മാർക്ക് കഴിവില്ലേ, പക്ഷെ ഇന്ന് വിരല് നൊടിക്കാൻ കഴിവുള്ളവന് വരെ അതുകൊണ്ട് റിമോട്ട് കൺട്രോളർ മാറ്റി മാറ്റി നക്കിയിട്ട് തോന്നിയാസം കാണും. അള്ളാഹു കണ്ണിൽ, കാതിൽ, കയ്യിൽ, കാലിൽ, നാക്കിൽ, മൂക്കിൽ, ത്വക്കിൽ ഒക്കെ അള്ളാഹിൻ്റെ കഴിവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മനുഷ്യന്മാർ കണ്ണുകൊണ്ട് കാണുന്നത് നിഷിദ്ധം, കാതുകൊണ്ട് കേൾക്കുന്നത് നിഷിദ്ധം, നാവ് കൊണ്ട് പറയുന്നത് നിഷിദ്ധം, കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്നത് നിഷിദ്ധം, കാലുകൾ കൊണ്ട് നടക്കുന്നത് നിഷിദ്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്, അതൊരു പതിതാവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ വന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട്. പൂർവികരുടെ വിഷയത്തിൽ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ നശിപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ സ്വാലിഹൻ വല്ലദീന ആമനൂ മഅഹു, നമ്മുടെ ശിക്ഷ വരികയാണ്. അപ്പോൾ സാലിഹിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി, ബിറഹ്മത്തി മിന്ന, നമ്മുടെ കാരുണ്യത്താൽ, വമിൻ ഖിസി യൗമഇദിൻ, അന്നേ ദിവസത്തിലെ മാനക്കേടിൽ നിന്ന്, അപമാനത്തിൽ നിന്ന്, ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്, നിന്റെ റബ്ബ് അതിശക്തനാകുന്നു, അവൻ അൽ അസീസ്, ആർക്കും തോൽപ്പിക്കാത്ത വിധം എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവനായിരുന്നു എന്നാണ്. വിശ്വാസികളെ രക്ഷപ്പെടുത്തി. എന്തേ ഉണ്ടായത്? സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയായ സമൂദ് ഗോത്രം, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഭവനങ്ങളിൽ നശിപ്പിക്കുകയാണ് ചെയ്തത്. 3 ദിവസം കൊടുത്ത്. അങ്ങനെ അവർക്കൊരു ഘോര ശബ്ദം പിടികൂടി, ഒരു പ്രകമ്പനം പിടികൂടി. അവർ സമൂദ് ഗോത്രത്തിൻ്റെ നാടായ അൽ ഉല, ആ നാട്ടിൽ നശിച്ചതാണ് നമ്മൾ വായിക്കുന്നത്. ഇതേപോലെ ഫിർഔനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കദബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം
കഫറു ബിആയാത്തില്ലാഹ് ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്. ഫിർഔന്റെ ആളുകൾ, അവൻ്റെ മുൻപുള്ളവർ, കഫറു ബിആയാത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ അവർ അവിശ്വസിച്ചു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ തെറ്റുകുറ്റങ്ങൾ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി. എന്നിട്ട് അല്ലാഹ് പറയാണ് ഇന്നല്ലാഹ ഖവിയ്യുൻ, അല്ലാഹു ഖവിയ്യാണ്, അതിശക്തനാണ്, ഷദീദുൽ ഇഖാബ്, ശക്തമായ ശിക്ഷ നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ഫിർഔന്റെ വിഷയത്തിൽ പറഞ്ഞത്. ഇതേപോലെ ذلك بأنهم كانت تأتيهم رسلهم بالبينات فكفروا فأخذهم الله, ദിവ്യദൂതന്മാർ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ജനതതികളിലേക്ക് ചെല്ലും. ഫകഫറു, ആ പ്രവാചകന്മാരെയും ദൃഷ്ടാന്തങ്ങളെയും ജനത അവിശ്വസിക്കും. ഫഅഖദഹുമുല്ലാഹ്, അത് കാരണത്താൽ ആ അവിശ്വാസികളെ അള്ളാഹു പിടികൂടി. ഇന്നഹു, തീർച്ചയായും അള്ളാഹു, ഖവിയ്യുൻ, ശക്തനാകുന്നു, ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അഹ്സാബ് യുദ്ധത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. എന്താ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത്? ബഅസല്ലാഹു അസ്സ വജല്ല റീഹ അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ നേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ നിയോഗിച്ചു. ഫകഫല്ലാഹുൽ മുഅ്മിനീന അൽ ഖിതാൽ, അതോടുകൂടി മുഅ്മിനീങ്ങൾക്ക് യുദ്ധം വേണ്ടി വന്നില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ തൊട്ട് ഒഴിവാക്കി. വകാന അല്ലാഹു ഖവിയ്യൻ അസീസ, അള്ളാഹു ഖവിയാണ്, അസീസാണ്. ഉമ്മുൽ മുഅ്മിനീൻ പറയാണ് ഏത് യുദ്ധത്തെക്കുറിച്ച്? അഹ്സാബ് യുദ്ധത്തെക്കുറിച്ച്. അഹ്സാബ് യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താ? 10,000 വരുന്ന സൈന്യം അവർ മദീനയിലേക്ക് ഇരച്ചു വരികയാണ്. ജസീറയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറേബ്യൻ ഗ്രൂപ്പുകളും അതേപോലെ ഈ ജസീറയിൽ അന്നുണ്ടായിരുന്ന വിഷപ്പാമ്പുകളായിരുന്നു ജൂതന്മാർ. ആ ജൂതന്മാരും സഖ്യത്തിലായിട്ടാണ് സഖ്യസേന വന്നത്. മദീനയിലൂടെ അവർ നടന്നു പോയാൽ അത് മതിയാകുമായിരുന്നു മദീനയെ തോൽപ്പിക്കാൻ. പക്ഷേ റസൂലുള്ള കിടങ്ങ് കുഴിച്ചിട്ട് എന്ത് ചെയ്തു? അവരെ പ്രതിരോധിച്ചു. അങ്ങനെ കിടങ്ങിൻ്റെ അപ്പുറത്ത് ഈ 10,000 വരുന്ന സഖ്യസേന, റസൂലുള്ളാഹിൻ്റെ കൂടെ എല്ലാ മദീനയിലുള്ള ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് 3000ആണ്. 10,000 3000. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? ആയിഷ റളിയല്ലാഹു തആല പറയാണ്, മുശ്രിക്കീങ്ങളുടെ നേരെ അള്ളാഹു ഒരു കാറ്റാണ് നിയോഗിച്ചു, കാറ്റ്. അതോടുകൂടി പിന്നെ മുഅ്മിനീങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. എന്നിട്ട് ആയിഷമ്മ പറയാണ്, വകാന അല്ലാഹു ഖവിയ്യൻ അസീസ, അള്ളാഹു ഖവിയാണ്, അള്ളാഹു അസീസാണ്, എല്ലാവരെയും തോൽപ്പിക്കുവാൻ അള്ളാഹു ശക്തനാണ്. അള്ളാഹിൻ്റെ തീരുമാനം ഒരാൾക്കും തടുക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ വിധി ഒരാൾക്കും ഒഴിവാക്കാനും കഴിയില്ല. കാരണം അള്ളാഹു അത്ര കരുത്തുറ്റവനാണ്. ഇത് വിശുദ്ധ ഖുർആനിലും ഈ അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിധം പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഖവി എന്ന പേര് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഖുവ്വത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചില ചരിത്രങ്ങൾ അനുസ്മരിക്കേണ്ടതുണ്ട്. അതെന്താ? നമുക്കുള്ള ശക്തി നമ്മുടെ കായിക ബലത്തിലും ആയുധ ബലത്തിലുമല്ല. അതിനേക്കാൾ നമ്മുടെ ശക്തി നമ്മുടെ ഈമാനിക ബലത്തിലാണ്. അള്ളാഹു നമ്മളോടത് പറഞ്ഞിട്ടുണ്ട്, വലാ തഹിനു വലാ തഹ്സനു വ അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുർബലരാവേണ്ട, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട, നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ന്. നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ എന്നാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്. ആയുധ ബലം കൊണ്ടും കായിക ബലം കൊണ്ടും ഞെളിയുന്നവരുണ്ട്. ഞങ്ങളാണ് ഊക്കന്മാർ, ആയുധശക്തി കൂടിയവർ എന്ന്. നമ്മളോട് അവരുടെ വിഷയത്തിൽ പറഞ്ഞത് ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ബിൽ ബിലാദ് മതാഉൻ ഖലീൽ സുമ്മ മഅവാഹും ജഹന്നം വബിഅസൽ മിഹാദ്. അവിശ്വാസികളുടെ ഈ നാടുകളിലുള്ള വിഹാരം കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാകണ്ട. അവരുടെ പക്കലുള്ളത് മതാഉൻ ഖലീൽ, കുറഞ്ഞ വിഭവങ്ങളാണ്. സുമ്മ മഅവാഹും ജഹന്നം, പിന്നെ അവർ നരകത്തീന് വിറകാണ്. വബിഅസൽ മിഹാദ്, അവർക്ക് മടങ്ങി ചെല്ലാനുള്ള സ്ഥലം വളരെ മോശമാണ്. നമുക്ക് ചരിത്രത്തിൽ മാതൃകകൾ കടന്നുപോയിട്ടുണ്ട്. ആ മാതൃകയിൽ നമ്മൾ വായിക്കുന്നത് ഒരിക്കലും കായിക ബലം കൊണ്ടും ആയുധ ബലം കൊണ്ടും പെരുമ പറഞ്ഞൊരു കൗമല്ല. പിന്നെ ഈമാനിക ബലത്താൽ ആവേശമുള്ളവരായി
ന്യൂനപക്ഷമായിട്ടും നിരായുധരായിട്ടും വലിയ ഭൂരിപക്ഷങ്ങളെ വിജയിച്ച പൂർവികരുടെ ചരിത്രമാണ്. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. അതാണ് തത്വം. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ, എത്ര കൊച്ചു വിഭാഗങ്ങളാണ്, ചെറിയ വിഭാഗങ്ങളാണ്. ഗലബത് ഫിഅതൻ കസീറതൻ, വലിയ വിഭാഗങ്ങളെ തോൽപ്പിച്ചിട്ടുള്ളത് ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ, അനുവാദത്താൽ. അള്ളാഹിൻ്റെ കൽപ്പന ഉണ്ടായാൽ, ഇതിനുണ്ടായാൽ ചെറു വിഭാഗങ്ങൾക്ക് വലിയ വിഭാഗങ്ങളെ അതിജയിക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ ഇതിൻ, കൽപ്പനയും തൃപ്തിയൊക്കെ ആർക്കാണ് ഉണ്ടാകുക? അത് ഈമാനിക ബലമുള്ളവർക്കാണ്. ആർക്കാണോ ഈമാൻ അവർക്കാണ്. അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്, വ ഇന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യമാണ് ജയിക്കുന്ന സൈന്യം. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മളുടെ മേൽ ബാധ്യതയാണ്. സുമ്മ നുനജ്ജി റുസുലനാ വല്ലദീന ആമനു, നമ്മൾ നമ്മുടെ മുർസലീങ്ങളെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തും. കദാലിക ഹഖൻ അലൈന നുൻജിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവോ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അപ്പോൾ മുഅ്മിനീങ്ങളാണോ, ഉത്തരവാദിത്വ ബോധം ഉള്ളവരാണ്. ഉത്തരവാദിത്വ ബോധം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സഹായിക്കല, ദീനിനെ സഹായിക്കല, സുന്നത്തിനെ സഹായിക്കല, ദഅവത്തിനെ സഹായിക്കല എങ്കിൽ അവരാണ് വിജയികൾ. താലൂത്തിൻ്റെ സൈന്യം വിശുദ്ധ ഭൂമിയിൽ, ജെറുസലേമിൽ, അൽ മസ്ജിദുൽ അഖ്സയിൽ, ഖുദ്സിൽ ഫലസ്തീർക്കെതിരിൽ താലൂത്തിൻ്റെ സൈന്യം പോവുകയാണ്. എന്തായിരുന്നു ആ താലൂത്തിൻ്റെ സൈന്യത്തിൻ്റെ പ്രത്യേകത? താലൂത്തിൻ്റെ സൈന്യം വിശുദ്ധ ഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ ന്യൂനപക്ഷ വലിയൊരു സൈന്യമാണ് പോയത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ യാത്രയിൽ ചൂടും പരീക്ഷണവും, ഒരു നദി കടന്നാണ് പോകേണ്ടത്, ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് സൈന്യത്തിന് ശിക്ഷണം, നിബന്ധന. ഇനി വേണമെങ്കിൽ ഒരു കോരൽ കുടിക്കാം. ദാഹിച്ച് വലയുന്ന ഒരു മനുഷ്യൻ ഒരു കോരൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അയിമ നിർത്തുക ഇല്ല, അത് മറ്റൊരു പരീക്ഷണം. നദി കടന്നു, വലിയൊരു സൈന്യത്തെയാണ് ഏറ്റുമുട്ടാൻ പോകേണ്ടത്. ഇവർ കുറച്ചാണ് സൈന്യം ഉള്ളത്, അതിൽ തന്നെയും ഒരു പരീക്ഷണം. അങ്ങനെ ഈ വെള്ളം കുടിച്ച് വലിയൊരു വിഭാഗം യുദ്ധത്തിന് പോകാൻ യോഗ്യരല്ലാത്ത ഒരവസ്ഥ സംജാതായി. എന്നിട്ടെന്താ, നദി കടന്ന് അപ്പുറത്തെത്തിയപ്പോൾ അവർ പറയാണ്, ഫലമ്മാ ജാവസഹു ഹുവ വല്ലദീന ആമനു മഅഹു, താലൂത്തും താലൂത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും നദി മുറിച്ചു കടന്നപ്പോൾ ഖാലു ലാ ത്വാഖത ലനാ അൽ-യൗം ബിജാലൂത വജുനൂദിഹി, ജാലൂത്തിൻ്റെയും അവൻ്റെ സൈന്യത്തെയും നേരിടാനുള്ള കരുത്ത് നമുക്കില്ല എന്ന് അവർ പറയാണ്. ഖാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹുവിനെ മരണപ്പിറ്റേന്ന് കണ്ടുമുട്ടേണ്ടി വരും എന്ന ദൃഢബോധമുള്ളവർ പറഞ്ഞു, കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയതൻ കസീറതൻ ബിഇദ്നില്ലാഹ്, എത്ര കൊച്ചു വിഭാഗങ്ങൾ വലിയ വിഭാഗങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹിൻ്റെ അനുവാദപ്രകാരം. അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ ന്യൂനപക്ഷം റസൂലുള്ള ബദറിൽ ബദരീങ്ങളെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ എണ്ണം താലൂത്തിൻ്റെ സൈന്യത്തിൻ്റെ എണ്ണാണെന്ന്, നിങ്ങളുടെ എണ്ണം താലൂത്തിൻ്റെ സൈന്യത്തിൻ്റെ എണ്ണാണെന്ന്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 314 അല്ലെങ്കിൽ 316 അല്ലെങ്കിൽ 317, ഏറിയാൽ 317. ഈ 317 ആളായിട്ടാണ് ജാലൂത്ത് എന്ന് പറയുന്ന ഭീകരൻ, അവൻ്റെ കൂടെയുള്ള വലിയൊരു സൈന്യം അവരെ ഏറ്റുമുട്ടാൻ പോണത്. എന്താ ചരിത്രത്തിൽ നടന്നത്? അള്ളാഹു പറയാണ്, ഫഹസമൂഹും ബിഇദ്നില്ലാഹ് വഖതല ദാവൂദ് ജാലൂത്ത്, താലൂത്തും കൂടെയുള്ള 317 പേരും ഫഹസമൂഹും ബിഇദ്നില്ലാഹ്, ജാലൂത്തിനെയും സൈന്യത്തെയും തോൽപ്പിച്ചു. വഖതല ദാവൂദ് ദാവൂദ് ജാലൂത്തിനെ കൊന്നുകളഞ്ഞു. കണ്ടോ, എന്താ അവരുടെ അടുത്തുള്ള ആയുധം? എന്താണ് അവരുടെ ആയുധബലം, കായിക ബലം? അവരുടെ അടുത്തുണ്ടായിരുന്നത് ഈമാനിക ബലമാണ്. ഇത് ആ ഒരു ചരിത്രത്തിൽ മാത്രമല്ല, പിന്നെയോ ഇസ്ലാമിക ചരിത്രം വായിച്ചാൽ ബദർ എന്താ, ഉഹുദ് എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ച ജിഹാദിൽ ആ സൈന്യത്തിൻ്റെ ബലം എന്താ? ബദറിൽ 314 അല്ലെങ്കിൽ 317 16 പേര് മുസ്ലിമീങ്ങൾ. അപ്പുറത്തോ ഇതിൻ്റെ 3
ഇരട്ടി ആളുകളാണ് അപ്പുറത്ത് അണിനിരന്നിട്ടുള്ളത്. 1000-ഓളം പേർ മുശ്രിക്കുകളുടെ പട അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖദ് കാനത് ലക്കും ആയത്തുൻ ഫീ ഫിയതൈനി ഇൽതഖതാ ഫിയത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹി വ ഉഖ്റാ കാഫിറ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൈന്യത്തെക്കുറിച്ച് പറഞ്ഞത്. ബദറിൽ ആർക്ക് അനുകൂലമായിട്ടാണ് കാറ്റടിച്ചു വീശിയത്? മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. ഉഹുദിൽ 3000 പേരുന്ന സൈന്യമാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഉഹുദിൽ വന്നത്. അവരെ തുരുത്താൻ, അവരോട് യുദ്ധം ചെയ്യാൻ മദീനയിൽ നിന്ന് പുറപ്പെട്ടത് 1000-ഓളം മുസ്ലിമീങ്ങളാണ്. 1000-ഓളം മുസ്ലിമീങ്ങൾ, 3000 അവിടെ ഉണ്ട് ഉഹുദിൽ മുശ്രിക്കീങ്ങൾ. അവരെ തുരുത്താൻ 1000-ഓളം പേര് പുറപ്പെട്ടു. ഈ 1000-ൽ നിന്ന് 300 പേർ മുനാഫിഖീങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂലിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചു പോന്നു വഴിയിൽ വെച്ച്. പിന്നെ എത്രയുള്ളത്? ഏകദേശം 700 പേർ. 700 പേരാണ് 3000-ഓട് ഉഹുദിൽ ഏറ്റുമുട്ടിയത്. എണ്ണം കുറഞ്ഞതിൻ്റെ പേരിലല്ല പിന്നീട് ഉഹുദിൽ പരാജയം ഉണ്ടായത്. ഈ 700 3000-ഓട് ഏറ്റുമുട്ടി. എന്നിട്ട് ഉഹുദിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമാണ് ഉണ്ടായത്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ജിഹാദിൽ ഉഹുദിൽ അതിൻ്റെ പ്രഥമ ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമാണ്. മുശ്രിക്കീങ്ങളുടെ പതാകവാഹകർ മക്കയിൽ ബനു അബ്ദുദ്ദാർ ഗോത്രമാണ്. ബനു അബ്ദുദ്ദാർ ഗോത്രം അവരായിരുന്നു അവിടുത്തെ നിയമം അനുസരിച്ച്, മക്കയിലെ നിയമം അനുസരിച്ച് യുദ്ധങ്ങളിൽ പതാക വഹിക്കേണ്ടവർ. ആ ബനു അബ്ദുദ്ദാർ ഗോത്രത്തിലെ 10-ലേറെ ആളുകൾ പതാക വഹിച്ചിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ 10-ലേറെ പേർ പതാക വഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ പതാകവാഹകർ ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വധിക്കപ്പെട്ടിട്ടുണ്ട് ഉഹുദിൽ. പക്ഷേ ഉഹുദിൻ്റെ 2ാം ഘട്ടം മുസ്ലിമീങ്ങളിൽ നിന്ന് വന്ന വീഴ്ച, അത് അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ജബലുൽ ഐനൈൻ എന്ന് പറയുന്ന ജബലുർ റുമാത്തിന് മുകളിൽ നിർത്തി 50 അമ്പെയ്ത്തുകാർ റസൂലുള്ളാഹിന്റെ അനുവാദം കൂടാതെ ആ മല ഇറങ്ങി വന്നപ്പോൾ തോറ്റോടുന്ന മുശ്രിക്കിൻ്റെ പട വീണ്ടും ഒരിക്കൽ കൂടി ഉഹുദിലേക്ക് മടങ്ങി. അതിൽ പിന്നെയാണ് മുസ്ലിമീങ്ങൾക്ക് എന്തുണ്ടായത്? പരാജയം ഉണ്ടായത്. 700 പേർ ഏകദേശം 3000-ഓട് ഏറ്റുമുട്ടിയിട്ട് ഉഹുദിലും അതിൻ്റെ പ്രഥമഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയമാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഖന്തക്ക് തുടങ്ങി മറ്റ് യുദ്ധങ്ങളൊക്കെ ഇപ്രകാരമാണ്. പറഞ്ഞു വരുന്നത്, ഈമാനിക ബലം അത് മുസ്ലിമീങ്ങൾക്ക് അനിവാര്യമാണ്. അതിലാണ് മുസ്ലിമീങ്ങൾ ഊറ്റം കൊള്ളേണ്ടത്, ഊറ്റം കാണേണ്ടത്. പക്ഷേ ഈമാനിക ബലത്തിലാണ് മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത്. ഈമാൻ എവിടെ? അഖീദ എവിടെ? അല്ലാഹ് എന്നുള്ള വിളി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പല മുസ്ലിമീങ്ങൾക്കും എവിടെ? പ്രതിസന്ധി ഉണ്ടായാൽ പോലും അല്ലാഹ് എന്ന് നാവിൽ വരാത്ത മുസ്ലിമീങ്ങൾ ഏതെങ്കിലും നേർച്ചക്കാരെ വിളിക്കും, ഏതെങ്കിലും ശുഹദാക്കളെ വിളിക്കും. ആശ്രയവും അവലംബവും അല്ലാഹു അല്ലാത്തവരിൽ മുസ്ലിമീങ്ങൾ കാണുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതായി. യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത് യഥാർത്ഥ തൗഹീദിൻ്റെ, ഈമാനിൻ്റെ ബലമാണ്. ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്കെന്നും അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ് യർമൂക്ക് യുദ്ധം. റോമൻ സൈന്യം 2,40,000 ആയിരുന്നു യർമൂക്കിൽ. 2,40,000. മുസ്ലിം സൈന്യം 36,000. 2,40,000 സൈന്യം, റോമൻ സൈന്യം. അവരോട് ഏറ്റുമുട്ടേണ്ടത് 36,000 മുസ്ലിം സൈന്യം. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ചീഫ് ഇൻ കമാൻഡർ, സൈന്യത്തിൻ്റെ ചീഫ് ഇൻ കമാൻഡർ. രണഭൂമിയിൽ ഈ ന്യൂനപക്ഷം നോക്കൂ നിങ്ങൾ, 36,000 പേരാണ് മുസ്ലിമീങ്ങളുള്ളത്. അതിൻ്റെ അപ്പുറത്തുള്ളതോ 2,40,000. ഇത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു തആല നിയോഗിച്ച് അയച്ച സൈന്യമാണ്. യുദ്ധം നടക്കുമ്പോഴേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായി, ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ 2,40,000 റോമൻ പടയോട് 36,000 മുസ്ലിമീങ്ങളെ ഏറ്റുമുട്ടുകയുണ്ടായി. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിം സൈന്യത്തെ പ്രോത്സാഹിപ്പിച്ച് പ്രസംഗിച്ചു. ഇന്ന ഹാദാ യൗമു മിൻ അയ്യാമില്ലാഹ് ലാ യംബഗി ഫീഹിൽ ഫഖ്റു വലൽ ബഗി അഖ്ലിസു ജിഹാദകും വ ഉരീദു അല്ലാഹ ബിഅമലികും ഫഇന്ന ഹാദാ യൗമുൻ ലഹു മാ ബഅദഹു. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ നാളുകളിൽ ഒരു പ്രധാനപ്പെട്ട നാളാണ്. ഇതിൽ അഹങ്കാരമോ അതിക്രമോ പാടുള്ളതല്ല. ജിഹാദിൽ നിഷ്കളങ്കരാവുക,
കർമ്മങ്ങളിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് നിങ്ങൾ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞ് ഖാലിദ് റളിയല്ലാഹു തആല പ്രസംഗിച്ചു. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹ ഇന്നക്കും ദാദത്തുൽ അറബ് വ അൻസാറുൽ ഇസ്ലാം. അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അറബികളിൽ പ്രതിരോധ നിരയാണ്, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ സഹായികളാണ്. വ ഇന്നഹും ദാദത്തു റൂമി വ അൻസാറു ഷിർക്ക്. അവരാകട്ടെ ക്രൈസ്തവരുടെ പ്രതിരോധ നിരയാണ്, അവർ ഷിർക്കിൻ്റെ സഹായികളുമാണ്. എന്നിട്ട് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അവിടെ വെച്ച് ദുആയിരുന്നു, അല്ലാഹുമ്മ അൻസിൽ നസ്റകല്ലദി അലാ ഇബാദിക്. പടച്ചോനെ, നിൻ്റെ ദാസന്മാർക്ക് നീ നിൻ്റെ സഹായം വർഷിപ്പിക്കണമേ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നു. അങ്ങനെ മുആദ് റളിയല്ലാഹു തആല പ്രസംഗിച്ചു, യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിൻ്റെ അഹ്ലുകാരെ, വ മുസ്തഹ്ഫിദിയൽ കിതാബ്, ഖുർആൻ മനപ്പാടമാക്കിയവരെ, വ അൻസാറൽ ഹുദാ വൽ ഹഖ്, സത്യത്തിൻ്റെയും ഹിദായത്തിൻ്റെയും സഹായികളെ, ഇന്ന റഹ്മത്തല്ലാഹി ലാ തുനാൽ വ ജന്നതുഹു ലാ തുദ്ഖൽ ബിൽ അമാനി. കേവലം ആഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനാവൂല, അള്ളാഹുവിൻ്റെ കാരുണ്യം നേടാനും സാധിക്കുകയില്ല. വലാ യുഅ്തില്ലാഹുൽ മഗ്ഫിറത വർ റഹ്മത്തൽ വാസിഅ ഇല്ലാ ലിസ്സാദിഖിൽ മുസദ്ദിഖ്. അള്ളാഹു അവൻ്റെ പാപമോചനവും വിശാലമായ കാരുണ്യവും സത്യസന്ധന്മാർക്കല്ലാതെ നൽകുകയില്ല എന്ന് പറഞ്ഞ് വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്. നിങ്ങളിൽ വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്കാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആധിപത്യം നൽകുവാൻ തുടങ്ങുന്ന അർത്ഥം വരുന്ന ആയത്തോതി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല പ്രസംഗിച്ചു. 36,000 വരുന്ന മുസ്ലിമീങ്ങൾ 2,40,000 വരുന്ന ക്രൈസ്തവരോട്, റോമാക്കാരോട് പടപൊരുതി എന്താക്കാണെന്നത് ചരിത്രത്തിൽ. ആ യുദ്ധനാൾ ഒരു ദിവസം തുടർന്നു. റോമക്കാരെ മുസ്ലിമീങ്ങൾ തോൽപ്പിച്ചു. 1,20,000 പേർ അന്ന് റോമക്കാരിൽ നിന്ന് വധിക്കപ്പെട്ടു. 1,20,000 പേർ. മുസ്ലിമീങ്ങളിൽ നിന്ന് വധിക്കപ്പെട്ടത് 10,000 പേർ മാത്രം. 1000 പേരാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് വധിക്കപ്പെട്ടത്, ഷഹീദായത്. 1,20,000 റോമാക്കാർ പരാജിതരായി. എന്താ മുസ്ലിമീങ്ങളുടെ അന്നത്തെ കായിക ബലം, ആൾബലം? 36,000 ആളുകൾ. അപ്പുറത്തോ സർവവിധ സന്നിധരായ 2,40,000 പേർ. എങ്ങനെ ഈ നേട്ടങ്ങൾ നേടിയെടുത്തു, വിജയങ്ങൾ കൊയ്തെടുത്തു? അതിന് മുസ്ലിമീങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്താണ്? അവരുടെ ശക്തി എന്താണ്? അതാണ് ഈമാനിക ശക്തി. ആ ഈമാനിക ശക്തി അതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതാണ് നമ്മൾ വലിയ സൂക്ഷിപ്പ് സ്വത്തായിട്ട് നമ്മൾ കൈമോശം വരാതെ ശരിക്ക് കാത്ത് സൂക്ഷിക്കേണ്ടത്. ബദറിൽ ഒരു സൈന്യം എത്തുമ്പോൾ റസൂലുള്ള ആ സൈന്യത്തെ നോക്കിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന മാത്രം മതി മുസ്ലിമീങ്ങളുടെ ആ അവസ്ഥ അറിയാൻ. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാ, ചെരുപ്പ് കാലിൽ ധരിക്കാനില്ല, നഗ്നപാതരാണ്. അതുകൊണ്ട് റസൂലുള്ള പ്രാർത്ഥിക്കണം, അവരെ നീ വഹിക്കണമേ. ഉറ, നഗ്നരാണ് എന്ന് പറയണം. ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പറയാം. പക്ഷേ ബദറിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു. എന്താ ആയുധം? അതാണ് ഈമാനിക ബലം. എന്താണ് ശക്തി? അതാണ് ആദർശ ശക്തി. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അൽ ഖവി, അള്ളാഹു അതിശക്തൻ എന്നർത്ഥം വരുന്ന നാമമാണ് നമ്മൾ വിശദീകരിച്ചത്. ആ നാമത്തിൻ്റെ അർത്ഥവും തേട്ടങ്ങളും ആശയങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം ഇവിടെ നമ്മൾ വിശദീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏകിയ അനുഗ്രഹങ്ങളിൽ അവന് നന്ദി പ്രകാശിപ്പിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും റഹ്മത്തും നമ്മളിലേക്ക്, നമ്മുടെ ഈ വേദിയിലേക്ക് അള്ളാഹു ചൊരിയുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു പ്രീതിപ്പെടുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها. اللهم احفظ لهذه البلاد رجال أمنها. اللهم هذه البلاد رخاءها وسخاءها واستقرارها. اللهم احفظ لهذه البلاد قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم
يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.